കൊൽക്കത്ത കൂട്ടബലാത്സംഗ കേസിൽ കോളേജിൽ നിന്ന് 3 പ്രതികളെ പുറത്താക്കി. കോളേജിലെ താൽക്കാലിക ഫാക്കൽറ്റിയായ തൃണമൂൽ നേതാവ് മനോജിത് മിശ്രയും പുറത്തായി. മറ്റ് 2 പ്രതികൾ വിദ്യാർത്ഥികളാണ്. കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും എസ് ശ്രീകാന്ത് ചേരുകയാണ്. ശ്രീകാന്ത്, കടുത്ത പ്രതിഷേധത്തിനൊടുവിലാണ് ഇപ്പോൾ ഈ പ്രതികളെ പുറത്താക്കാൻ കോളേജ് തീരുമാനിക്കുന്നത്. ഈ മനോജിത് മിശ്രയ്ക്കെതിരെ വലിയ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. തൃണമൂലിൻ്റെ നേതാവാണ്. വലിയ ആരോപണങ്ങൾ ഉയർന്ന ഒരു ഘട്ടത്തിൽ മാത്രമാണ് ഇത്തരത്തിൽ ഈ പ്രതികൾക്കെതിരെ നടപടിയെടുക്കാൻ കോളേജ് തയ്യാറായത്, അല്ലേ? തീർച്ചയായും. ഇപ്പോൾ പുറത്തുവരുന്ന വിവരമനുസരിച്ച് ഈ മനോജിത് മിശ്ര തൃണമൂൽ കോൺഗ്രസിന്റെ വിദ്യാർത്ഥി വിഭാഗം നേതാവ് കൂടിയാണ്. മനോജിത് മിശ്ര ഇയാൾ അവിടുത്തെ താൽക്കാലിക ഫാക്കൽറ്റി കൂടിയാണ്. ഇയാളെ പുറത്താക്കിയിരിക്കുന്നു. 2 വിദ്യാർത്ഥികളെ കൂടി, ഈ കേസിൽ പ്രതികളായ 2 വിദ്യാർത്ഥികൾ കൂടിയുണ്ട്. അവരെ കൂടി ഇപ്പോൾ കോളേജിൽ നിന്നും പുറത്താക്കി എന്നുള്ള അറിയിപ്പാണ് വരുന്നത്. ഈ സംഭവം നടന്ന് ഇത്രയധികം ദിവസമായി ഇതുവരെയും ഈ പ്രതികളെ കോളേജിൽ നിന്നും പുറത്താക്കാനോ നടപടിയെടുക്കാനോ കോളേജ് അധികൃതർ തയ്യാറായിരുന്നില്ല. വൈസ് പ്രിൻസിപ്പൽ ആദ്യഘട്ടത്തിൽ പ്രതികരിച്ചത് താൻ ഇതിനെപ്പറ്റിയൊന്നും ഇതുവരെ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ പ്രതിഷേധം ശക്തമാവുകയും BJP വിഷയത്തിൽ ഇടപെടുകയും ആ സംഭവം ഏറ്റെടുക്കുകയും ചെയ്തതോടെയാണ് നിലവിൽ ഇപ്പോൾ കോളേജിൽ നിന്നും ഇവരെ പുറത്താക്കിയത്. മറ്റ് കേസ് നടപടികൾ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ ശ്രീകാന്ത്, അപ്പോഴും ആ സെക്യൂരിറ്റി ജീവനക്കാരനെതിരെ നടപടി എടുത്തിട്ടുണ്ടോ? കാരണം ഇയാളുടെ ഒത്താശയിലാണ് ആ സെക്യൂരിറ്റി മുറിക്ക് പുറത്ത് വെച്ച് മുറിക്കകത്ത് വെച്ച് ഈ പെൺകുട്ടിയെ അതിക്രൂരമായി മാനഭംഗപ്പെടുത്തുന്ന ഒരു നിലപാടൊക്കെ ഉണ്ടായത്. ഈ സെക്യൂരിറ്റി ഗാർഡ് പുറത്ത് കാവൽ നിൽക്കുകയായിരുന്നു ഈ വലിയ കൊടും പീഡനത്തിന്. പക്ഷെ അയാൾക്കെതിരെ ഒരു നടപടി ഉണ്ടായിട്ടുണ്ടോ ഇതുവരെ? പോലീസ് നടപടി മാത്രമാണ് അയാൾക്കെതിരെ ഉണ്ടായത്. അയാൾക്കെതിരെ കേസെടുത്തു. അയാളെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ക്യാമ്പസിൽ കോളേജ് അധികൃതരുടെ ഭാഗത്തുനിന്നും ഇയാൾക്കെതിരെ ഇതുവരെയും നടപടി ഉണ്ടായിട്ടില്ല. ഇയാൾ ചെയ്ത കുറ്റം ഇയാളുടെ ക്യാബിനിലേക്ക് പെൺകുട്ടിയെ കൊണ്ടുവന്ന് പീഡിപ്പിക്കുന്നതിന് ഒത്താശ ചെയ്തു കൊടുത്തു എന്നാണ് പോലീസ് പറയുന്നത്. ഇയാൾ അതിന് നൽകിയ മറുപടി തന്നെ ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ്. പക്ഷേ അയാൾ അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡാണ്. ഇത്തരം കാര്യങ്ങൾ കണ്ടാൽ ഇടപെടേണ്ട വ്യക്തി കൂടിയാണ്. പക്ഷേ അയാളുടെ ക്യാബിൻ ഒഴിഞ്ഞു മാറി നിൽക്കുകയായിരുന്നു. അയാളെ പുറത്തിറക്കി നിർത്തി എന്നാണ് അയാൾ പറയുന്നത്. അയാൾ പുറത്തിറങ്ങി നിൽക്കുകയായിരുന്നു ഈ സംഭവം നടക്കുമ്പോഴെല്ലാം. അതിനാൽ കോളേജ് നടപടി ഇതുവരെ അയാൾക്കുണ്ടായതായി അറിവില്ല. പക്ഷേ പോലീസ് നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ശരി, ശ്രീകാന്താണ് വാർത്തയുടെ വിവരങ്ങൾ പങ്കുവച്ചത്.